ഇന്നലെ എല്ലാവർക്കും ഷോക്കായിരുന്നു. ജൂൺ 1 പ്രവേശനോത്സവം തകർക്കുന്ന ഓരോ സ്കൂളുകൾ. ആ സ്കൂളിലും പ്രവേശനോത്സവം ഉണ്ടായി. എൻട്രൻസ് സെറിമണി, ഫെയർവെൽ സെറിമണിയായി. ഫസ്റ്റ് ബെൽ അവരുടെ ലാസ്റ്റ് ബെല്ലായി. സ്കൂൾ തുറന്നപ്പോൾ ഒരു പറ്റം ടീച്ചർമാർക്ക് ട്രാൻസ്ഫർ. ഒരു മാനേജ്മെന്റും ഒരു സർക്കാരും കൈക്കൊള്ളാത്ത തീരുമാനം. ബിഗ് സല്യൂട്ട് മാനേജർ ഫാദർ. ആ തീരുമാനത്തെ സഹർഷം ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒട്ടനവധി പേര് സ്വാഗതം ചെയ്യാണ്. കേരളത്തിലെ ഒത്തിരിയധികം പേര് സ്വാഗതം ചെയ്യുന്നതാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിന്റെ താളുകളിൽ കുറിച്ചിട്ട അക്ഷരങ്ങൾക്ക് ജീവനേകിയ സ്കൂൾ മാനേജർക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈ ട്രാൻസ്ഫറിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അതോടൊപ്പം നമ്മുടെ അധ്വാനത്തെ ആഹാരവും ആഡംബരവുമാക്കുന്ന, സമൂഹത്തിൽ രണ്ടു തരം പൗരന്മാരെ വാർത്തെടുക്കുന്ന ചില അധ്യാപക സമൂഹങ്ങളെ പരിചയപ്പെടാം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏവർക്കും നമസ്കാരം. വിഷയങ്ങളുമായി ചാനൽ. താങ്കളുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥ ഇല്ലായ്മയുടെ, നെറികേടിന്റെ എന്ന് പറയാനാകില്ല. കാരണം അവരുടെ മക്കളുടെ ഭാസുരമായ ഭാവിയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ മറ്റുള്ളവർക്കൊന്നും ഭാവിയില്ലേ എന്ന് ചിന്തിക്കും. ഭാവി വേണ്ടേ? താങ്കളുടെ മക്കൾക്ക് മാത്രം മതിയോ സമൂഹത്തിന്റെ മേൽത്തട്ടിൽ സ്ഥാനം? ചിലരുടെ ജീവിതത്തിലേക്കും അനുഭവങ്ങളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഞാൻ ഒത്തിരി പേരുടെ ജീവിതത്തിലേക്ക് ഞാൻ പോകുന്നില്ല, വളരെ കുറച്ച് പേരുടെ ജീവിതത്തിലേക്ക് ഞാൻ പോവുകയാണ്. എന്റെയും. അതിനു മുമ്പായി ഞാൻ ആദ്യം പറഞ്ഞ ട്രാൻസ്ഫർ സംഭവത്തിലേക്ക് വരട്ടെ. ആ ധീരമായ തീരുമാനമെടുത്ത ആ മാനേജറെ ഞാൻ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. കാരണം ഇങ്ങനെയാണ്. 1 തീയതി ഒത്തിരി പേർക്ക് ട്രാൻസ്ഫർ നൽകിയത് ഇങ്ങനെയാണ്. എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്നത് മലയാളം മീഡിയം ആണ്, അതിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. തങ്ങളുടെ മക്കളെ അവിടെ ചേർക്കുന്നില്ല. കാരണം എന്താണ്? സ്റ്റാൻഡേർഡ് ഇല്ല. അവർ പഠിപ്പിക്കുന്ന സ്കൂളിൽ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ അധ്യാപകർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല. ഓക്കെ, അവർ റിസൈൻ ചെയ്ത് പോണം. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സർക്കാരിന്റെ കാശ് വാങ്ങിക്കൊണ്ട്, മാനേജ്മെന്റിന്റെ കാശ് വാങ്ങിക്കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ മക്കളെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥലങ്ങളിലേക്ക് വിടുകയാണ്. സ്റ്റാൻഡേർഡിന് വേണ്ടി. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവർ പഠിപ്പിക്കുന്നു. അവരുടെ സ്റ്റാൻഡേർഡ് മാത്രമല്ല, അവർക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കും സ്റ്റാൻഡേർഡ് ഇല്ലാത്തത്. ഇത് ആർക്കും ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷെ ഇത് നാം സമൂഹത്തിലെ ഒട്ടനവധി പേർ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണ്? ഇതോടെ പശുവിനെ പുല്ല് കാണിക്കുന്നത് പോലെ, ആടിന് പച്ചില കാണിക്കുന്നത് പോലെ ആ കുട്ടികൾക്ക് വേണ്ടി ബസ് അറേഞ്ച് ചെയ്യുന്നു. അതുപോലെ കുറെ സൗജന്യങ്ങൾ നൽകുന്നു, ബാഗ് നൽകുന്നു, ബുക്ക് നൽകുന്നു, ഭക്ഷണം നൽകുന്നു, കുഴിമന്തി നൽകുന്നു. അറിയുന്നില്ലേ നിങ്ങൾ? ഓരോ ട്രോളുകൾ, ഓരോ ഫോണുകളിലൂടെയും വരുന്ന ട്രോളുകൾ. ആ ട്രോളുകളിൽ എന്താ പറയുന്നത്? കുഴിമന്തി, അങ്ങനെ കുറെ ലിസ്റ്റുകൾ കുട്ടികൾ ചോദിക്കുന്നു. ആ ലിസ്റ്റിൽ ഏറ്റവും നല്ല ലിസ്റ്റ് ആരുടെയാണ്? ആ സ്കൂളിൽ പോകാമെന്നാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളിലും ഒരാളത് തന്നെയാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല. ഓരോ അധ്യാപക സംഘടനകളും അതിനുവേണ്ടി ചിന്തിക്കേണ്ട. നിങ്ങളുടെ ഓരോ മക്കളും പഠിക്കുന്നത് എവിടെയാണ്? പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ. നിങ്ങൾ പഠിപ്പിക്കുന്നതോ മലയാളം മീഡിയത്തിൽ. അതിനുള്ള ക്യാഷ് ആരായിരുന്നു? സർക്കാർ. സർക്കാരും തീരുമാനമെടുക്കണം. എങ്ങനെ? ഇതുപോലെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുമ്പോൾ, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഈ സ്ഥാപനം നിലനിൽക്കണ്ടേ? ആ സ്ഥാപനം നിലനിന്നാലേ നിങ്ങൾക്ക് ശമ്പളം തരാൻ പറ്റുമോ? പലയിടങ്ങളിലും 10ഉം 15ഉം കുട്ടികൾ മാത്രമുള്ള സ്കൂളുകളുണ്ട് നമ്മളുടെ കേരളത്തിലെ തീരദേശ മേഖലകളിൽ. തീരദേശ മേഖല എന്നൊരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട്, സംരക്ഷണം ഉള്ളതുകൊണ്ട് അവര് 15 കുട്ടികളുമായിട്ട് ഹൈസ്കൂൾ നടക്കുന്നുണ്ട്, 20 കുട്ടികളുമായി ഹൈസ്കൂൾ നടക്കുന്നുണ്ട്, UP സ്കൂൾ നടക്കുന്നുണ്ട്, LP സ്കൂൾ നടക്കുന്നുണ്ട്. കുറെ ടീച്ചേഴ്സ് ഈ 15 കുട്ടികൾക്ക് വേണ്ടി, 20 കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തിനും ടീച്ചേഴ്സ് ആ സ്കൂളുകൾ നിർത്തിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ റീഹാബിലിറ്റ് ചെയ്യുക, പുനരധിവസിപ്പിക്കുക, മൈഗ്രേറ്റ് ചെയ്യുക. ആ ഒരു തലത്തിൽ സർക്കാർ ചിന്തിക്കണം.
സർക്കാരിന്റെ കയ്യിലുള്ള ഖജനാവിലുള്ള കാശ് വരുന്നത് ഈ പാവങ്ങളുടെ കാശാണ്, നമ്മുടെ കാശാണ്. ടാക്സ് ആയിട്ടും പ്രൊഫഷണൽ ടാക്സ് ആയിട്ടും പല രീതിയിൽ നൽകുന്ന ക്യാഷാണ് അവിടെ എത്തുന്നത്. അതൊരിക്കലും മോശമാകാൻ പാടില്ല, മറ്റൊരു തലത്തിലേക്ക് പോകാൻ പാടില്ല. അത് നന്മയിലേക്കും നല്ലതിലേക്കും വരാൻ വേണ്ടിയാണ്. ഞാൻ ഇനി പറയുന്നത് കുറച്ച് പേരിലേക്കാണ്. ഒരു കാലത്ത് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആൻഡ് ഐസക് വിറ്റ്മാൻ പലരുടെയും മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളിലൂടെ കടന്നുപോയ രണ്ട് വ്യക്തികളാണ്. 1867 അമേരിക്കക്കാരനായ ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത്. അതുപോലെ ഷോർട്ട് ഹാൻഡ് ഐസക് വിറ്റ്മാൻ ആണ് ഷോർട്ട് ഹാൻഡ് കണ്ടുപിടിച്ചത്. ഇന്ന് എവിടെയാണ് ടൈപ്പ് റൈറ്റർ, എവിടെയാണ് ഷോർട്ട് ഹാൻഡ്? എല്ലാം AI ആയി. ഒരു കാലത്ത് ആധുനികമെന്ന് നാം കരുതിയിരുന്ന പലതും ഇന്നോ പഴഞ്ചനായി, എങ്ങും കാണാതെയായി. പണ്ടൊക്കെ നമ്മൾ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ കറങ്ങുന്ന റീലുകളുടെ സ്വരം കേൾക്കാമായിരുന്നു. നമ്മൾ ബാക്കിൽ റിസർവേഷനിൽ ഇരിക്കുമ്പോൾ കേൾക്കാം. ഇന്നതുണ്ടോ? ഇല്ല. എല്ലാം സാറ്റലൈറ്റ് ആയി. അവിടെ ഫിലിം ഇല്ലാതെയായി. ക്യാമറകൾക്ക് ഫിലിം ലോഡ് ചെയ്യണമായിരുന്നു. ആ കാലത്ത് എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ഇരുട്ടുമുറിയിൽ പോയി ക്യാമറയിൽ ലോഡ് ചെയ്യണം ഫിലിം. 36-40 ഫിലിമേ മാക്സിമം കിട്ടുള്ളൂ. ഒരു കാലത്ത് നാം അത്യാധുനികമെന്ന് കരുതിയിരുന്ന പലതും ഇന്ന് പഴഞ്ചനായി, ആരും ഉപയോഗിക്കാതെയായി, ഉപയോഗശൂന്യമായി. ടൈപ്പ് റൈറ്ററിന്റെ സ്ഥാനത്ത് കമ്പ്യൂട്ടറായി, ക്യാമറ ഫിലിമിന്റെ സ്ഥാനത്ത് ഡിജിറ്റൽ ക്യാമറയായി, ലാൻഡ് ഫോണിന്റെ സ്ഥാനത്ത് സ്മാർട്ട് ഫോണായി, കാസറ്റിന്റെ സ്ഥാനത്ത് CD ആയി, പെൻഡ്രൈവായി, ക്ലൗഡ് സ്റ്റോറേജ് ആയി എന്നിങ്ങനെ ഓരോ സാങ്കേതിക വിദ്യയും മറ്റൊന്നിനായി വഴിമാറുകയാണ് ഇവിടെ. വാഷിംഗ് മെഷീൻ വന്നതോടെ അലക്കുകാർക്ക് പണിയില്ലാതെയായി. വിതയന്ത്രങ്ങളും കൊയ്യുന്ന യന്ത്രങ്ങളും വന്നപ്പോൾ കൃഷിക്കാരും അങ്ങനെ തന്നെ. അങ്ങനെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ, എത്രയോ വ്യവസായങ്ങൾ, എത്രയോ ബിസിനസ്സുകൾ, എത്രയോ തൊഴിലുകൾ, അതെല്ലാം അപ്രത്യക്ഷമായില്ലേ നമ്മളിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന്. അത് ആധുനികവൽക്കരണത്തിന്റെ തന്നെയാണ്. ഇല്ലാതായ ഒത്തിരിയുണ്ട്. കുടിപ്പള്ളിക്കുളം മുതൽ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, APL BPL പോലെ സർക്കാർ കോടികൾ മുടക്കി ശിശുക്ഷേമത്തിനായി സ്ഥാപിച്ച അംഗനവാടികൾ പോലും പ്ലേ സ്കൂളുകൾക്കും ഡേ കെയറിനുമായി വഴിമാറുകയാണ്. അതിന് പോലും ചില തലങ്ങൾ കണ്ടെത്തി തുടങ്ങി. ചില റിസർവേഷനുകൾ ചിലർ പതിച്ചു വെച്ചു. റേഷൻ കാർഡുകൾ തരംതിരിക്കലുകൾ പോലെ അംഗനവാടി BPLക്കാർക്ക് വേണ്ടി മാത്രമായി. സർക്കാർ ശമ്പളവും കുഞ്ഞുങ്ങൾക്കുള്ള സമീകൃത ആഹാരവും, എന്തിനധികം പറയുന്നു, ബിരിയാണി പോലും അംഗനവാടികളിൽ നൽകുമ്പോൾ ചിലർ അങ്ങോട്ട് തങ്ങളുടെ മക്കളെ വിടാറില്ല. അതിന് പകരം 10,000 നൽകി പ്ലേ സ്കൂളുകളും ബേബി ഡേ കെയറും അന്വേഷിച്ച് നടക്കുകയാണ്. ഇതും തങ്ങളുടെ മക്കളുടെ ഭാവിക്കാവാം. ഒരു ആദർശവാദിയായ ചെറുപ്പക്കാരൻ, തൊഴിലന്വേഷകനായ ചെറുപ്പക്കാരൻ B.Ed പാസ്സായി നാളുകൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് താൻ അന്വേഷിക്കുന്ന തൊഴിലിന്റെ സാധ്യതകൾ മങ്ങിത്തുടങ്ങുകയാണ്. എവിടെയും എയ്ഡഡ് സ്കൂളുകൾ ക്ഷയിച്ചു വരികയാണ്. എവിടെയും അൺഎയ്ഡഡ് സ്കൂളുകൾ നാൾക്കുനാൾ ഉയർന്നു വരികയാണ്. ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും കുട്ടികളില്ലാതെ സ്റ്റാൻഡേർഡ് ഫോളായി നിർത്തേണ്ട അവസ്ഥകൾ വരികയാണ്. പല ടീച്ചേഴ്സിനെയും പറഞ്ഞു വിടുകയാണ്. ആ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ചിന്തകളുണ്ടായി. തൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒന്ന് അദ്ദേഹം അതോടെ എതിർത്തു തുടങ്ങി. അൺഎയ്ഡഡ് സ്കൂളുകളെ, എയ്ഡഡ് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ഓരോ സ്ഥലങ്ങളിലും വാഗ്വാദങ്ങൾ നടത്തി തുടങ്ങി, വാദപ്രതിവാദങ്ങൾ നടത്തി തുടങ്ങി. എന്തിനു വേണ്ടി?
വരും തലമുറയ്ക്ക് വേണ്ടി. നിങ്ങളുടെ മക്കൾ ഇനി പഠിക്കേണ്ടത് എയ്ഡ് സ്കൂളിലാണ്, സർക്കാർ സ്കൂളിലാണ്. എയ്ഡ് സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, സർക്കാർ സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. പിന്നെ എന്തിന് അൺഎയ്ഡഡ് സ്കൂളിൽ പോകണം? എല്ലാവിധ സൗജന്യങ്ങളും സൗകര്യങ്ങളും സർക്കാർ സ്കൂളിലും എയ്ഡ് സ്കൂളിലും ഉണ്ട്. AC ലാബ് ഉണ്ട്, ലാബിൽ ഒത്തിരിയധികം കമ്പ്യൂട്ടറുകളുണ്ട്. അതിനനുസരിച്ച് ആധുനികമായ ഒത്തിരി സാധ്യതകൾ ഉള്ള സ്ഥലങ്ങളാണ് എയ്ഡഡ് സ്കൂളും അതുപോലെ തന്നെ സർക്കാർ സ്കൂളും. അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂം, ഓരോ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂമായി, അടിപൊളി ക്ലാസ് റൂമായി, പ്രൊജക്ടറായി, സ്ക്രീനായി, സ്മാർട്ട് ടീച്ചേഴ്സായി. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ അൺഎയ്ഡഡ് ആയിട്ട് ലക്ഷങ്ങൾ മുടക്കി പോകണം? 10,000 മാസം മുടക്കി പോകണം. ബസ്സുകൾ പോലും എയ്ഡഡ് സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ തങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്ന്, വീടിനുള്ളിൽ നിന്ന് കൊണ്ടുപോകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും ക്യാഷ് കൊടുത്ത് പോകുന്നതിനാണ് ജനങ്ങൾക്ക് താല്പര്യം. തൻ്റെ മക്കൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കുട്ടികളാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. തങ്ങളുടെ മക്കൾ ഈ അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നു എന്ന് അഭിമാനപൂർവ്വം ജനങ്ങളോടും നാട്ടുകാരോടും അതോടൊപ്പം തന്നെ കുടുംബത്തിലും പറയാൻ, അഭിമാനപൂർവ്വം ഉയർത്തിക്കാണിക്കാൻ വേണ്ടി അൺഎയ്ഡഡ് സ്കൂളുകളെ ആശ്രയിക്കുന്നു അവര്. ഇദ്ദേഹം ഈ പറഞ്ഞ ആദർശധീരനായ ചെറുപ്പക്കാരൻ എന്ന് പറയാൻ പറ്റില്ല, 30-35 വയസ്സ് കഴിഞ്ഞു അദ്ദേഹം അതിനനുസരിച്ചിട്ട് ഓരോ തലങ്ങളിലും പ്രസംഗിച്ചു തുടങ്ങി. നിങ്ങളുടെ മക്കളെ തീർച്ചയായിട്ടും എയ്ഡഡ് സ്കൂളിലെ അല്ലെങ്കിൽ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന്. അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു. അദ്ദേഹം സഭാരീതിയിൽ പറഞ്ഞു, പല രീതിയിൽ പറഞ്ഞു. നാളുകൾ കഴിഞ്ഞു, അദ്ദേഹം ടെസ്റ്റുകളൊക്കെ എഴുതിയെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ജോലിയായില്ല. പിന്നീട് സർക്കാർ ജോലി കിട്ടി, PSC ടെസ്റ്റ് എഴുതി. സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്ന ആ സാറ് പണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, തൻ്റെ കുട്ടികളെ എയ്ഡഡ് സ്കൂളിൽ അല്ലെങ്കിൽ സർക്കാർ സ്കൂളിലെ പഠിപ്പിക്കുള്ളെന്ന്. താൻ എവിടെ എത്തിയാലും എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ടീച്ചറായി. അത് കഴിഞ്ഞ് അദ്ദേഹം കല്യാണം കഴിച്ച കുട്ടിയാണെങ്കിൽ അദ്ദേഹവും ടീച്ചറാണ്. രണ്ടുപേരും ടീച്ചറായപ്പോൾ തങ്ങൾക്കുണ്ടായ മകനെ സ്റ്റാൻഡേർഡ് വേണമെന്ന് ചിന്തിച്ചു, അന്തസ് വേണമെന്ന് ചിന്തിച്ചു. എവിടെയും വിളിച്ചു പറയുമ്പോൾ അൺഎയ്ഡഡ് സ്കൂളിന്റെ പേര് പറയണമെന്ന് പറഞ്ഞു. അടിപൊളി യൂണിഫോം എന്ന് പറയണം, അടിപൊളി ക്ലാസ് റൂം എന്ന് പറയണം, അടിപൊളി ബസ് എന്ന് പറയണം. അതിനു വേണ്ടി, ആ അന്തസ്സിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിരുന്ന ആദർശം എന്ത് ചെയ്തു? വേസ്റ്റ് കൂനയിൽ നിക്ഷേപിച്ചു. ആദർശങ്ങളൊന്നും തങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു തലത്തിലേക്ക് എത്തി. അദ്ദേഹം തൻ്റെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം, ദാറ്റ് മീൻസ് അൺഎയ്ഡഡ് സ്കൂളുകൾ ചേർത്തു. എന്നിട്ട് അദ്ദേഹവും ഭാര്യയും കൂടി നടക്കുകയാണ്. എന്തിനു വേണ്ടി? ഓരോ വീടുകളിലും നടക്കും, തങ്ങളുടെ സ്കൂളുകളിലേക്ക് മക്കളെ വിടണമെന്ന് പറയാനായിട്ട്. സ്കൂളിൽ പഠിക്കാനായിട്ട് പാവങ്ങളുടെ മക്കളെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് ഭക്ഷണം തരാം, നിങ്ങൾക്ക് ബസ് കാശ് തരാം, നിങ്ങളുടെ ബസ് കാശ് ഞങ്ങൾ എടുത്തേക്കാം, നിങ്ങൾക്ക് യൂണിഫോം തരാം, ബുക്കുകൾ തരാം എന്ന് പറഞ്ഞ് കുറെ പ്രോമിസസ് നൽകിക്കൊണ്ട്, വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അങ്ങനെ ചെയ്യുകയാണ് സാറും ടീച്ചറും കൂടി. എന്തിനു വേണ്ടി? ഡിവിഷൻ പോൾ വന്നാൽ ആദ്യം ഔട്ടാവുന്ന അവരാണ്. അപ്പൊ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, അവരുടെ ഉറപ്പിന് വേണ്ടി, അവരുടെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഈ ഒരു തലത്തില് അവർ ഓരോ കുട്ടികളെ വേണ്ടി നടക്കുകയാണ്. അവരെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. തങ്ങളുടെ മക്കളെയല്ല, ഇതുപോലെ ഒട്ടനവധി ടീച്ചേഴ്സ് തങ്ങളുടെ മക്കളെ അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുകയും ശമ്പളം സർക്കാരിന്റെയും എയ്ഡഡ് സ്കൂളിന്റെയും വാങ്ങിക്കൊണ്ട് ആണ് അവർ ആ രീതിയിൽ ചിന്തിക്കുന്നത്. തങ്ങളുടെ മക്കളുടെ ഭാവി മാത്രം, തങ്ങളുടെ മക്കളുടെ അന്തസ്സിന് വേണ്ടി മാത്രം. മറ്റുള്ള മക്കൾക്ക് അന്തസ്സില്ലേ? അവർക്ക് ഭാവിയില്ലേ? ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ കയറി വന്ന ഇടങ്ങൾ, കയറി വന്ന പടവുകൾ
മനസ്സിലാക്കണം. നിങ്ങളും എയ്ഡഡ് സ്കൂളിന്റെ ഗിഫ്റ്റ്സ് ആണ്, സമ്മാനങ്ങളാണ് എന്ന് അറിയുക. ഇപ്പൊ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ റിട്ടയർ ചെയ്താണ്. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറുമ്പോഴും എനിക്ക് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാമായിരുന്നു. എന്നിട്ടും ഞാൻ വിട്ടില്ല. നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇയാൾ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇയാളുടെ മക്കളും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെന്ന്. ഇല്ല, എൻ്റെ മക്കളെ രണ്ടുപേരെയും മലയാളം മീഡിയത്തിൽ തന്നെ പഠിപ്പിച്ചത്. ബുദ്ധിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല. ഞാൻ വിചാരിച്ചത് എൻ്റെ പെങ്ങള് മലയാളം മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. അതുപോലെ ഓരോ ഡിവിഷൻ ഫോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ എയ്ഡഡ് സ്കൂളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നാൽ അവർ വിദ്യാഭ്യാസ തലങ്ങളിൽ ഇവരോടൊപ്പമുള്ള പല കുട്ടികളും ആ തലങ്ങളിൽ എത്തിയില്ല. പക്ഷെ ഇവര് എഞ്ചിനീയറിംഗ് മാസ്റ്റർ ഡിഗ്രി ആയി. മനസ്സിലാക്കുക, അവരവിടെ പോയ സ്ഥലങ്ങളിലും ഒന്നാമതായി, അല്ലെങ്കിൽ 10 പേരിൽ ഒന്നായി. പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയത്തിൽ അവിടുന്ന് ഇവിടുന്ന് വന്ന കുട്ടികൾ ധാരാളമുണ്ട്. അവരുടെ മുന്നിലും തല ഉയർത്തി നിന്നു. പിന്നെ എൻ്റെ പെങ്ങൾ മലയാളം സ്കൂളിലെ അഗസ്തീന ടീച്ചർ, അദ്ദേഹം മലയാളം സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാരായ ടീച്ചർമാരുടെ മക്കളെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചിരുന്നത്. എന്നാൽ ഇദ്ദേഹം ചെയ്തതാണ്, തന്റെ 3 മക്കളെയും മലയാളം മീഡിയത്തിൽ വിട്ടു. അവൾ ഇപ്പോൾ PG എടുത്തു. അവളുടെ സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. അത് സെന്റ് ജോസഫില് ദി ക്യൂൻ ഓഫ് സെന്റ് ജോസഫ് എന്ന രീതിയിൽ തന്നെ റാങ്കോട് കൂടിയാണ് അവൾ പാസ്സായത്. മലയാളം മീഡിയത്തിൽ എത്രയധികം ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുണ്ട്, എത്ര കേന്ദ്രീയ വിദ്യാലയം എത്ര കുട്ടികളുണ്ട്, എത്രയധികം പല തലങ്ങളിൽ നിന്നും വന്ന കുട്ടികളുണ്ട്. അവരുടെ മുന്നിൽ അവൾ തലയുയർത്തി നിന്നു. എന്തുകൊണ്ട്? മലയാളം മീഡിയം. അതുപോലെ ഞങ്ങളുടെ ഹസ്ബൻഡ് സെൻട്രൽ ഗവൺമെന്റ് സർവീസിലാണ്, പുള്ളിക്കാരത്തി സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിലാണ്. തൻ്റെ സഹോദരങ്ങളുടെ, അവരത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത സഹോദരങ്ങളായിട്ടും അവരുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അവർ വിട്ടു. അവരെവിടെ എത്തി? മനസ്സിലാക്കുക, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തെ കുറ്റം പറയുന്നതല്ല. ജപ്പാനിൽ ഇംഗ്ലീഷ് മീഡിയം ആണോ? ചൈനയിൽ ഇംഗ്ലീഷ് മീഡിയം ആണോ? അല്ല, പല രാജ്യങ്ങളിലുമല്ല. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം ആയത്? ഇവിടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായിരുന്നു, അടിമത്തത്തിലായിരുന്നു. അവിടെ ഇംഗ്ലീഷ് അനിവാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു സ്റ്റേറ്റിൽ ഔദ്യോഗിക ഭാഷ പോലും ഇംഗ്ലീഷാണ്. നമ്മുടെ തലങ്ങളിലും ഇംഗ്ലീഷ് ആയിരുന്നു, ഇപ്പൊ മലയാളം. എങ്കിലും ഇംഗ്ലീഷ് തലങ്ങളിൽ തന്നെയാണ്. ഞാൻ ഇംഗ്ലീഷിനെ തെറ്റി പറയണില്ല. കാര്യം നമ്മുടെ ഒത്തിരി മക്കള് ഗൾഫ് നാടുകളിലും ഫോറിൻ ഇംഗ്ലണ്ട്, യൂറോപ്പ്, അതുപോലെ പല സ്ഥലങ്ങളിൽ പോയിരിക്കുന്നതിന് കാരണം എന്താണ്? അവര് ഈ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിയണമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത്. അതെ, ഞങ്ങളൊക്കെ പണ്ട് എറിയുമ്പോഴും അങ്ങനെയായിരുന്നു. ഞാൻ പട്ടി എറിയാറില്ല, പക്ഷെ കൂട്ടുകാരൊക്കെ പട്ടികളെ എറിഞ്ഞ് പൂച്ചകളെ എറിഞ്ഞോടിക്കുമ്പോൾ അവർക്ക് മുന്നേ എറിയും. അത് തന്നെയാണ് ഈ മാനേജ്മെന്റ് ഫാദർ ചെയ്തത്. അദ്ദേഹം ആ ഒരു മുഴം മുന്നേ കുറച്ചു നാൾ കഴിയുമ്പോൾ 25ഓളം കണ്ടുപിടുത്തങ്ങൾ ഇന്ന്, അതായത് 25ഓളം കണ്ടുപിടുത്തങ്ങൾ ജനങ്ങൾ നിത്യോപയോഗത്തിലുണ്ടായിരുന്നു എന്ന് ഉപയോഗിച്ചിരുന്നു. ആ കണ്ടുപിടുത്തങ്ങൾ ഇന്നൊന്നുമല്ല. അതുപോലെ ചവറ്റ് കൊട്ടയിലേക്ക് മാറ്റപ്പെടുന്നതാണ് തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് അറിഞ്ഞുകൊണ്ട്, മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ മാനേജർ ചെയ്ത കാര്യമാണിത്. കാരണം നിങ്ങള് ടീച്ചേഴ്സിന്റെ മക്കളെ തീർച്ചയായും എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഡിവിഷൻ ഫോൾ, അല്ലെങ്കിൽ സ്കൂളിന്റെ ഡിവിഷൻ ഇല്ലാതെ വരികയോ, അല്ലെങ്കിൽ സ്കൂളുകൾ ഇല്ലാതെ വരികയോ, ഒരു ടീച്ചേഴ്സിന് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ട അവസ്ഥ ഇല്ലാതെ വരികയോ, അവർക്ക് വേക്കൻസീസ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുൻകൂട്ടി ചെയ്താണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനോ സഭയ്ക്ക് കൊണ്ടുപോകാനോ ഒന്നുമല്ല. അതിൽ മനുഷ്യാവകാശവും ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഒക്കെ കുട്ടികളുടെ ഭാവിക്ക് മാത്രമല്ല, സർക്കാരിന്റെ ഭാവിക്കും വേണ്ടിയിട്ട് തന്നെയാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ടുണ്ടാവും, ഓലത്തുമ്പ തൂഞ്ഞാലാടെ, അല്ലേ? അതില് ഏതു ദേശമാകിലും ഏത് വേഷമാകിലും അമ്മ തന്നെ അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം കാത്തിടേണമേ. ആ പാട്ട്, ആ വരികൾ, അതെ,
ഏത് ദേശത്ത് പോയാലും ഏത് വേഷം നാം ഇട്ട് കഴിഞ്ഞാലും നാം നമ്മുടെ മാതൃഭാഷയുടെ മാധുര്യം കാത്തിടയണം. പല അമ്മമാരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, തന്റെ മക്കൾക്ക് മലയാളം അറിയില്ല, മലയാളം വായിക്കാൻ അറിയില്ല, മലയാളത്തിൽ പ്രാർത്ഥനകൾ അറിയില്ല, മലയാളം സംസാരിക്കില്ല. ഭയങ്കര അഭിമാനത്തോടെയാ പറയുന്നത്. അഭിമാനത്തോടെ പറയുമ്പോൾ വള്ളത്തോൾ പറഞ്ഞ കാര്യം ഓർക്കുക. മലയാളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സിരകൾ, അതെ, പല എഴുത്തച്ഛനും പറഞ്ഞിട്ടുണ്ട്, മലയാളത്തെ ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മലയാളത്തിന്റെ അംബാസഡർ അല്ല, പക്ഷേ നാം ലോകത്ത് നിന്ദിക്കപ്പെടുന്ന ഒരു ഭാഷയുണ്ടെങ്കിൽ അത് മലയാളമാണ്. അവഗണിക്കപ്പെടുന്ന ഭാഷയുണ്ടെങ്കിൽ അത് മലയാളമാണ്. തള്ളിപ്പറയുന്ന ഒരു ഭാഷയുണ്ടെങ്കിൽ അത് മലയാളമാണ്. ആരാണ് തള്ളിപ്പറയുന്നത്? മലയാളികൾ തന്നെ. ആരാണ് അവഗണിക്കുന്നത്? മലയാളികൾ തന്നെ. ആരാണ് നിന്ദിക്കുന്നത്? മലയാളികൾ തന്നെ. അതെ, മലയാളികളാൽ നിന്ദിക്കപ്പെടുന്ന, ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു ഭാഷയായി തീർന്നു മലയാളം. ലോകത്തിലെ ഏത് ഭാഷ പഠിക്കാനും സംസാരിക്കാനും ആർക്കും പറ്റും. ലായൊക്കെ പറയാൻ യായൊക്കെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും നാക്കോടിക്കെന്ന് പറയാറുണ്ട്, തിലകൻ പറഞ്ഞ പോലെ. പക്ഷേ അത് വളരെ കഴിവുള്ളവനെ പറ്റൂ, അറിവുള്ളവനെ പറ്റൂ മലയാളം നന്നായി സംസാരിക്കാൻ, ആ ഭാഷ കൈകാര്യം ചെയ്യാൻ. ഇപ്പൊ ഞാനിത് പറയുന്നത് മറ്റൊന്നുമല്ല, ആ ഒരു ട്രാൻസ്ഫർ. കാരണം തങ്ങളുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിച്ചത് കൊണ്ട് അവരെ തൽക്കാലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ആ കോർപ്പറേറ്റ് മാനേജറിൽ ഒത്തിരി സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ മക്കളെ തിരികെ ഈ എയ്ഡഡ് സ്കൂളിൽ കൊണ്ടുവരികയാണെങ്കിൽ, അതായത് അദ്ദേഹം ഭാവി നോക്കിയിട്ടാണ്, മറ്റൊന്നുമല്ല, ഈ സ്കൂളുകളുടെ നിലനിൽപ്പ് നോക്കാനാണ്. ഇവർക്കും ഇവരുടെ ഭാവി തലമുറയിലെ ടീച്ചേഴ്സിനും ആ സ്കൂളുകളിൽ പഠിപ്പിക്കാനും അതിനൊരു ചാൻസസ് ഉണ്ടാവാനാണ്. +1 മുതൽ 9 വരെ പലയിടങ്ങളിലും എയ്ഡഡ് സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിലും നമ്പറുകൾ കുറവായിരിക്കും, കുട്ടികൾക്ക് സ്ട്രെങ്ത് കുറവായിരിക്കും. എന്നാൽ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ സ്ട്രെങ്ത് കൂടുന്നു. അതിനൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കിൽ പല സ്കൂളുകളും വീഴും. 10ാം ക്ലാസ്സിൽ കുട്ടികളുണ്ടല്ലോ, അവർ സന്തോഷപൂർവ്വം സ്വീകരിക്കും. അവരൊക്കെ പഠിക്കാൻ മിടുക്കരായിരിക്കും. കാരണം എന്താണ്, അവർ അൺഎയ്ഡഡിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും തങ്ങൾക്ക് A+ കിട്ടും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കിട്ടും എന്നതുകൊണ്ട് അവിടുത്തെ HMമാരെ കയ്യും നീട്ടി സ്വീകരിക്കും. അതിൻ്റെ പിന്നിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്, രസതന്ത്രമുണ്ട്. 9ാം ക്ലാസ് ജയിച്ചു കഴിയുമ്പോൾ 10ാം ക്ലാസ്സിലുള്ള കൊണ്ട് ചേർക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെങ്കിൽ, +1 +2 സ്റ്റേറ്റ് സിലബസുകാർക്കാണ് കിട്ടുന്നത്, അല്ലേ? CBSE കിട്ടും, ICSE കിട്ടും. പക്ഷേ അത് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ഡയറക്റ്റ് ആണ്. കൂടുതൽ മാർക്കുകൾക്ക് സ്കോർ ചെയ്യാം. 5 പൈസ കൊടുക്കാതെ +1 +2 പോകാം. അതായത് ആ സ്കൂളിൽ തന്നെ, ആ സ്കൂളിൽ ബന്ധപ്പെടുന്ന സ്കൂളിൽ കിട്ടും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ വരുന്നത്. അതാണ് 10ാം ക്ലാസ്സിൽ കൂടുതൽ എണ്ണം വരുന്നത്. +1ഉം +2ഉം മാത്രം മതിയോ? സ്റ്റേറ്റ് സിലബസ് +1ഉം +2ഉം മാത്രം മതിയോ? മറ്റുള്ള സ്റ്റാൻഡേർഡ് വേണ്ടേ? അതുണ്ടെങ്കിലേ തീർച്ചയായിട്ടും +1ഉം +2ഉം ഉണ്ടാവുകയുള്ളൂ. ആ വൈദികനെടുത്ത, ആ മാനേജറെടുത്ത തീരുമാനം നല്ലത് എന്ന് പറയാനേ എനിക്ക് കഴിയൂ, നന്മയെന്ന് പറയാനേ കഴിയൂ. നിങ്ങൾ അതിന് മറ്റൊരു രീതിയിൽ ചിന്തിക്കരുത്, അതിനായി മറ്റൊരു തലത്തിൽ പോവുകയും ചെയ്യരുത്. ഇത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നാളെ ഈ അധ്യാപകൻ എന്ന് പറയുന്ന ഉണ്ടാകാനാണ്, അധ്യാപിക എന്ന് പറയുന്ന ഉണ്ടാവാനാണ്. ഒരുപക്ഷെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ടാവും. ക്ഷമിക്കണം നിങ്ങൾ. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കാരണം കൊണ്ടാണ്. ഞാൻ ഒന്നിനെയും കുറ്റപ്പെടുത്തുകയല്ല, ഒന്നിനെയും തള്ളിപ്പറയുകയല്ല. സത്യങ്ങൾ പറയുമ്പോൾ ആ സത്യത്തിൽ ആഴ്ന്നിരിക്കുന്ന ചില പച്ചയായ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്.
ഏവരും ചിന്തിക്കുക. നിങ്ങളുടെ മക്കളെ, ഇനിയുള്ള മക്കളെ, നിങ്ങളുടെ ഭാവിക്കായി, നിങ്ങൾക്ക് നാളെയും ശമ്പളം കിട്ടുന്നതിനായി നിങ്ങൾ വിടുക. ഒത്തിരിയധികം സ്കൂളുകൾ നമുക്കുണ്ട്, സർക്കാർ തലത്തിലും എയ്ഡഡ് തലത്തിലും. അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാത്രമല്ല, മുസ്ലിം മാനേജ്മെന്റ് ഉണ്ട്, NSS ഉണ്ട്, അങ്ങനെ പലവിധ മാനേജ്മെന്റ്സ് ഉണ്ട്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു നാളെ നമുക്കുണ്ടാവട്ടെ. നല്ല സ്കൂളുകൾ ഉണ്ടാവട്ടെ, നല്ല ടീച്ചേഴ്സ് ഉണ്ടാവട്ടെ, നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ, നല്ല സ്ട്രോങ് മാനേജ്മെന്റ്സ് ഉണ്ടാവട്ടെ, നല്ല സ്ട്രോങ് സർക്കാർ ഉണ്ടാവട്ടെ. ഇനി PSC ചിലപ്പോൾ വരുന്നൊരു കാര്യം ഇതായിരിക്കും, PSCയുടെ ആപ്ലിക്കേഷനിൽ വരും നിങ്ങളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നതെന്ന്. HSAയുടെ അതിൽ വരും നിങ്ങളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വരെ വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. എത്രയോ കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇതിനും റിജക്റ്റിനൊക്കെ വരാം. കാലങ്ങൾ അധികം പോവില്ല. ഭാവിയിലേക്ക് നോക്കുന്നവരാണ് ഇന്നത്തെ സർക്കാരും ഇന്നത്തെ മാനേജ്മെന്റും നമ്മളും എല്ലാം. AI ആയിരിക്കും തീരുമാനിക്കുന്നത്, AI ആയിരിക്കും നമ്മളെ പുറത്താക്കുന്നത്. ഇനി കുറച്ചാൾ കഴിയുമ്പോൾ AI ടീച്ചേഴ്സ് ആവും. പല IT കമ്പനികളിലും AI പ്രൊമോട്ട് ചെയ്യുകയാണ്, അത്രയധികം സ്റ്റാഫിനെ കുറയ്ക്കുകയാണ്. നാം പോകുന്ന ആ എഞ്ചിനീയറിംഗ് തലങ്ങൾ പോലും ഇനി ഉണ്ടോ ഉണ്ടാകുമോ എന്നറിയില്ല. ഏവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. പല തലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.